ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിന്ന് മറ്റൊരു യാത്രയുടെ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കുമരകത്ത് ബോട്ടിങ്ങിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ശ്രീഭദ്ര സ്വയം സഹായ സംഘത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. വളരെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ തന്നെ എല്ലാവരും ഫുൾ വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേ വൈബാണ് കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഞങ്ങളെ വണ്ടിയിലെ സീനാണ്. പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. ഇതിൽ ഡാൻസൊന്നും കാണുന്നില്ല, ഡാൻസുള്ള വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മീയും അപ്പവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരിങ്ങനെ ട്രിപ്പ് പോകുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാണ്, പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ പോന്നു. ഞങ്ങൾ ലേഡീസ് ഓൺലി ട്രിപ്പായിരുന്നു കേട്ടോ. അതിൽ അപ്പവും പിന്നെ വേറൊരു കുഞ്ഞും മാത്രമേ ഉണ്ടായുള്ളൂ ബോയ്സായിട്ട്. ബാക്കിയെല്ലാം സ്ത്രീകളായിരുന്നു. പിന്നെന്താ, ഇതാണ് ഞങ്ങളുടെ ആ ഫുൾ ടീം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുമരകത്ത് ചെന്ന ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കുമരകത്ത് ഈ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ ബോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ദൂരെ നിന്നൊരു വഞ്ചി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴും ഞാൻ ആ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ കായലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്നവരായിരിക്കാം. ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് ഫുഡ് കഴിക്കാനായിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തോ ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ബോട്ടിങ്ങിനാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. പിന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയും കൂടി ഉണ്ട് മുകളിൽ. ബോട്ടിനകത്താണെങ്കിൽ താഴത്തെ ഭാഗത്തൊരു ഹാള്, 2 റൂം, അതിലൊരു റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു കിച്ചൺ, ഇതോടുകൂടിയ താഴത്തെ ഭാഗത്ത് ഇത്രയാണുള്ളത്. പിന്നെ വളരെ നീറ്റായിരുന്നു, ഭയങ്കര നീറ്റായിരുന്നു കേട്ടോ. ടോയ്ലറ്റ് ആണെങ്കിലും പിന്നെ ബെഡ്റൂമൊക്കെ ആണെങ്കിലും എല്ലാം വളരെ നീറ്റായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ. പിന്നെ ഇതാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഇതൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. ചെറിയൊരു തോടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ വലിയ കായലിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇതിനടുത്ത് കുറേ ബോട്ടുകൾ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ബോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രാൻഡ് വില്ല എന്ന് പറയുന്നൊരു ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ബോട്ടിന് ചാർജ് ആയത് AC ആയതുകൊണ്ട് ആണ് 21,000 രൂപയാണ് ഞങ്ങൾക്ക് ഫുഡ് ഉൾപ്പെടെ. ഉച്ചയ്ക്കലത്തെ ഭക്ഷണവും രാവിലത്തെ വെൽക്കം ഡ്രിങ്കും പിന്നെ വൈകിട്ട് ചായയും പഴംപൊരിയും, ഇത്രയുമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 15 പേരാണ് ഉണ്ടായിരുന്നത്. 3 കുട്ടികളും, അപ്പു, മിയ, പിന്നെ ഒരു കുഞ്ഞുമോൻ ദേവൂട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പൂൻ്റെ മിയുടെ ഫ്രണ്ടാണ്, അവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. 15 വലിയവരും 3 കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ തികഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ ഡ്രൈവറേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അവിടെ ആരോ അടുക്കളയിൽ 2 ചേട്ടന്മാരാണ് ഉണ്ടായിരുന്നത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ചായയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെൽക്കം ഡ്രിങ്കൊക്കെ എടുത്ത് കുടിക്കാം. മിയാമോളോട് ഞാൻ ചോദിക്കുന്നുണ്ട് തണുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞണ്ട് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ഞണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു കാഴ്ചയാണിത്. ഈ ഞണ്ടിന് 2 കിലോന് കറി ഉൾപ്പെടെ വെക്കുന്നതിന് അവിടെ നിന്ന് വാങ്ങുന്നതിന് എന്തോ 2,400 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും കുറഞ്ഞ വിലയിൽ അവർ നമുക്ക് തന്നേനെ. പക്ഷേ ഇത് അപ്പോൾ നമ്മൾ തീരുമാനിച്ചതല്ലേ. അപ്പോൾ അവിടെ കുറേ ബോട്ടുകൾ വന്നിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞണ്ടിനെ കാണാൻ പോയി നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പൂന് ആ ചേട്ടൻ ഞണ്ടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ഞണ്ടിനെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് പോയി കാണാനായിട്ട് ചോദിച്ച് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് നോക്കി, ഇത് ഒരു കോട്ടേജാണത്. കുറേ കോട്ടേജുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കായലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും അല്ലേ, രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കാറ്റൊക്കെ വന്നിട്ട്. അങ്ങനെ ഇതുപോലെ കുറേ കോട്ടേജസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരൊറ്റ ടീമിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ആ ഒരേ ഏരിയയിൽ തന്നെ കുറേ കോട്ടേജസ് ആയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഇതുപോലെ കുറേ റിസോർട്ടുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ കായലിൻ്റെ മെയിൻ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ കുറേ. പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ മാരേജിന് പോയത് കുമരകത്തൊരു റിസോർട്ടിലായിരുന്നു. ആ റിസോർട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അയ്യോ, ആ റിസോർട്ടിൻ്റെ പേര് ഞാൻ എന്താണെന്ന് മറന്നുപോയായിരുന്നു.
അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ട്രഡീഷണൽ ലുക്കിലല്ലേ, ഓടൊക്കെ മേഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല തണുപ്പായിരിക്കും അല്ലേ രാത്രി ഒക്കെ ആകുമ്പോൾ, വെളുപ്പിനൊക്കെ. ഇതാണ് നമ്മുടെ കായലിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷൻ. നോക്കി എന്തൊരു വലിയ കായലാണ്, എന്തോരം ഹൗസ് ബോട്ട്സാണ് ഉള്ളതെന്ന് നോക്കി. അപ്പോൾ ആലപ്പുഴയിലും ബോട്ടിംഗ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ആലപ്പുഴയിലാണെങ്കിൽ നമുക്ക് പോകുന്ന വഴി ബീച്ച് കാണാൻ പറ്റും എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കുമരകമാണ് ചൂസ് ചെയ്തത്. എന്നാലും നമുക്ക് സൂപ്പറായി. നമ്മൾ രാവിലെ ഇരുന്നിട്ട് നമ്മൾ കയറിയത് 10:45 ആയപ്പോഴാണ് ബോട്ടിൽ കയറിയത്. 4:45 വരെ, ശരിക്കും 11 മണി തുടങ്ങി 5 മണി വരെ എന്നാണ് പറഞ്ഞിരുന്നത്. 10:45 നമ്മൾ ബോട്ടിൽ കയറിയോണ്ട് 4:45 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിച്ചായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ശരിക്കും അത് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഞങ്ങൾ ബോട്ടിലും നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ, എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതുകൊണ്ട് സമയമൊന്നും പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങളൊരു റീലിട്ടായിരുന്നു ഞങ്ങളുടെ ഷോർട്സിൽ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഒരേ വൈബാന്ന് പറഞ്ഞില്ലേ. അതേ പിന്നെ അപ്പും ദേവൂട്ടനും കൂടെ ഭയങ്കര ഡാൻസാണ്. വീഡിയോ എടുത്തത് നമ്മുടെ അപ്പൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പുവാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. മിയ ഏത് പാട്ടായിരുന്നു, ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടാണ്. രണ്ടുപേരും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ദൂരം ഹൗസ് ബോട്ട്സാണ് ഉള്ളതെന്ന് അറിയോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് എവിടെ വരെയാണ് പോകുന്നതെന്ന് വെച്ചാൽ തണ്ണീർമുക്കം ബണ്ട് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോരും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോരുന്ന വഴി, തണ്ണീർമുക്കം ബണ്ടിലിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോരുന്ന വഴി നമ്മൾ ഒരു കോട്ടേജ്, ഇത് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ വേറൊരു കോട്ടേജാണിത് കേട്ടോ. പോകുന്ന വഴിയല്ല, തിരിച്ചു വരുന്നത് വേറൊരു വഴിയിൽ കൂടിയാണ് കേട്ടോ. എല്ലാ ഹൗസ് ബോട്ടുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് തിരിച്ചു വരുന്ന വഴിയാണ്. വരുന്ന വഴി അതിനിടയിൽ ചുരിദാർ ആയിട്ട് നടക്കുന്നത് വിദേശത്തുള്ള ഫോറിനേഴ്സായിരുന്നു 2 പേരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സമ്മർ സീസണുമാണ്, പിന്നെ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കായലിൽ നിറയെ ബോട്ടുകളായിരുന്നു, ഇഷ്ടംപോലെ ബോട്ടുകളുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഇവർ മറ്റേ സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, സ്പീഡ് ബോട്ട് വന്നിട്ട് നമ്മളോട് അതിൽ കയറണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ മെനു എന്ന് പറയുന്നത് കേട്ടോ. ഞണ്ട്, പിന്നെ ചിക്കൻ കറി, കരിമീൻ പൊള്ളിച്ചത്, പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് അതും ഉണ്ടായിരുന്നു കേട്ടോ, വെജിറ്റബിൾ ആയിട്ടുള്ള ഐറ്റംസ് അതും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ തിരിച്ചു വന്നത് നമ്മൾ ഈ വഴിയായിരുന്നു, കുമരകം തന്നെ വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ എന്താണ് നെല്ലൊക്കെ വിതയ്ക്കാനായിട്ട് പാടങ്ങളൊക്കെ ശരിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, സ്പീഡ് ബോട്ടിൽ വന്നിട്ട് ഇവർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കയറുന്നുണ്ടോ. നമ്മളാരും കയറിയില്ല, നല്ല സ്പീഡിൽ അങ്ങോട്ട് കറക്കുമായിരുന്നു അവിടെ. നമ്മൾ കണ്ടായിരുന്നു കേട്ടോ, കുറേ ബോട്ടിൽ നിന്ന് കുറേ പേര് പോകുന്നത് കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയത് ഫോറം മാളിലാണ്. വരുന്ന വഴി ഫോറം മാളിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ആര്യാസിൽ, വരാപ്പുഴ ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ നല്ല സൂപ്പറായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടും കൂടി പറയുക ഞങ്ങളുടെ ഈ ചാനലിനെ പറ്റി. അപ്പോൾ ടാറ്റാ.